നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രിസഭയുടെയും മന്ത്രിമാരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതിയായ ഷെറിനെതിരെ പിന്നെയും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ജയിലിൽ വെച്ച് ഈ നല്ല നടത്തിപ്പുകാരിയായ നല്ല കുട്ടിയായ ഷെറിൻ ഒരു വിദേശ വനിതയെ ആക്രമിച്ചു, കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ചു. ഇതാണ് കേസ്. നൈജീരിയൻ പൗരയായ കെയ്ൻ സിംപോ ജൂലിയെയാണ് കണ്ണൂരിൽ വെച്ച് ഷെറിൻ ആക്രമിച്ചത്. സഹതടവുകാരിയായ ഷബ്ന എന്ന സ്ത്രീ രണ്ടാം പ്രതിയും കൂടിയാണ്. കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചു. കുടിവെള്ളമെടുക്കാനായി പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് മർദ്ദനത്തിനിരയാക്കിയെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ഷെറിന് ശിക്ഷ ഇളവ് കൊടുക്കാനൊക്കെ മന്ത്രിസഭാ തീരുമാനമെടുത്തതിന് പിറകെയാണ് പുതിയ കേസുമായി ഈ നല്ല നടത്തിപ്പുകാരി രംഗത്ത് വരുന്നത്. കണ്ണൂർ വനിതാ ജയിലിലാണ് ഇപ്പോൾ ഷെറിൻ നിലവിലുള്ളത്. തിങ്കളാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയായ വിദേശ വനിതയെ ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷബ്നയും ചേർന്ന് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി. ഷെറിൻ ജൂലിയെ പിടിച്ചു തള്ളുകയും ഷബ്ന അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാസ്കര കാർണവർ വധക്കേസുമായി ബന്ധപ്പെട്ട് 14 കൊല്ലം തടവ് ശിക്ഷ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി ഇളവ് കാത്തു കഴിയുന്ന പ്രതിയായ ഷെറിന് ശിക്ഷ ഇളവടക്കം മന്ത്രിസഭ നൽകിയത് വലിയ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി, എന്തിനേറെ പറയുന്നു, മന്ത്രിയുമായൊക്കെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ഷെറിന് ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു വിവാദം കൂടി ഷെറിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെയും നിരവധി തവണ സഹതടവുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഷെറിൻ കയ്യേറ്റം ചെയ്തിരുന്നു, ഉപദ്രവിച്ചിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഷെറിൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ഒരു തരത്തിലുമുള്ള പ്രശ്നക്കാരിയല്ല എന്നാണ് വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ വാദവും. ഷെറിന് മാനസാന്തരം വന്നെന്നും അതുകൊണ്ട് പുറത്തുവിടുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് ഉപദേശക സമിതിയുടെ കണ്ടെത്തൽ. എന്നാൽ 20 വർഷത്തിലധികം ശിക്ഷ അനുഭവിച്ച രോഗികളായിട്ടുള്ള നിരവധി സ്ത്രീകളാണ് ജയിലിലുള്ളത്. അപ്പോഴാണ് അവരെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഷെറിന് ഈ 14 വർഷത്തെ ശിക്ഷാ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന, അടിവരയിടുന്ന ഒരു സംഭവം കൂടിയാണ് ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. സഹതടവുമാരുമായും ഉദ്യോഗസ്ഥരുമായും നിരവധി തവണ ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഷെറിൻ. അതിൻ്റെ പേരിൽ 4 തവണയാണ് ഷെറിനെ ജയിൽ മാറ്റിയിട്ടുള്ളത്. ഈ ഷെറിനെ തന്നെയാണ് മിന്നൽ വേഗത്തിൽ പുറത്തിറക്കാനുള്ള തീരുമാനം മന്ത്രിസഭ പാസാക്കാൻ തീരുമാനിച്ചത്. 25 വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 14 വർഷക്കാരി പുറത്തിറങ്ങാനായി പോകുന്നത്. മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് ഈ വിഷയത്തിൽ ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ടതെന്നുള്ള ആരോപണം കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ഉന്നയിച്ചിരുന്നു. പിന്നാലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ മന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ ഇതുവരെയും രാജ്ഭവൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കാർണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷാ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച് അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴായിരുന്നു പരാതിയെ തുടർന്ന് ആദ്യം വിയ്യൂരിലേക്ക് മാറ്റേണ്ടി വന്നത്. അവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ച് ജയിൽ ജീവനക്കാരുമായി പല പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു. അതേ തുടർന്ന് കണ്ണൂർ വനിതാ ജയിലിലേക്ക് എത്തിച്ചു. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ സാധാരണഗതിയിൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും എന്നാണ് വകുപ്പ്. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതി ഷെറിൻ്റെ അപേക്ഷയും പരിഗണിച്ചു. 14 വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച തടവുകാരുടെ ഒക്കെ തന്നെ മോചന അപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുന്നിൽ എത്താറുണ്ട്. എന്നാൽ ആദ്യമായി എത്തുന്ന അപേക്ഷകൾ അംഗീകരിക്കുന്ന ഒരു കീഴ്വഴക്കമില്ല. പ്രയോറിറ്റി, സീനിയോറിറ്റി ഇതൊക്കെ തന്നെ പരിഗണിക്കും. അങ്ങനെ വന്നപ്പോൾ 6 മാസത്തിന് ശേഷം ചേർന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റി പരിഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഷെറിന് നറുക്ക് വീണു. ജയിലിലെ നല്ല നടപ്പ് തന്നെയാണതിനുള്ള കാരണവും. വനിതാ ജയിൽ ഉപദേശക സമിതി അംഗമായ MV സരളയാണ് ഈ റിപ്പോർട്ട് നൽകിയത്. ഉപദേശക സമിതി നല്ല രീതിയിൽ പരിശോധന നടത്തി. എല്ലാ റിപ്പോർട്ടുകളും അവർക്ക് അനുകൂലമായിരുന്നു. പുറത്തുവിട്ടാൽ പോലും യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ജയിലിൽ നിന്നും പുറത്തിറക്കിയാൽ എല്ലാ തരത്തിലും അനുകൂലമായിരിക്കുമെന്ന റിപ്പോർട്ടാണ് നൽകുന്നത്. അതിനിടയിൽ തന്നെയാണ് ഷെറിന് മുൻ ജയിൽ DIG ആയിട്ടുള്ള പ്രദീപുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള ഗുരുതരമായ ആരോപണവുമായി സഹതടവുകാരി കൂടി രംഗത്ത് വന്നത്. ജയിലിൽ മറ്റൊരു തടവുകാർക്കുമില്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ കിട്ടിയിരുന്നു. മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ തന്നെ സഹതടവുകാരിയായ സുനിതയോട് പറഞ്ഞുവെന്നാണ് അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ലോക്കപ്പ് പൂട്ടിയാലും ഷെറിന് പുറത്തിറങ്ങാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ മണിക്കൂറുകളോളം
ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു ഷെറിൻ. മറ്റു തടവുകാർ ജയിലിൽ ക്യൂ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്. പക്ഷേ ഷെറിന് ആവശ്യമുള്ള ഭക്ഷണം അത് ജയിലിനുള്ളിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു, സെല്ലിൽ കൊടുക്കുമായിരുന്നു. കൂടാതെ പ്രത്യേകമായി കിടക്ക, തലയിണ, ബെഡ്ഷീറ്റ് തുടങ്ങിയ ഒക്കെ സൗകര്യങ്ങളും കൊടുത്തിരുന്നു. വില കൂടിയ മേക്കപ്പ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഫോണും ജയിലിൽ അനുവദിച്ചു നൽകി. ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ നിന്നും തയ്പ്പിച്ചു കൊണ്ടുവന്ന വസ്ത്രമാണ് ഷെറിൻ ധരിച്ചിരുന്നത്. അതും വില കൂടിയ വസ്ത്രങ്ങൾ. തൻ്റെ വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ചതിനെ തുടർന്നായിരുന്നു ഭർത്തൃപിതാവിനെ ഷെറിൻ കൊലപ്പെടുത്തി നവംബർ 8 2009 ഈ കൃത്യം നടപ്പിലാക്കിയത്. ചെങ്ങന്നൂർ സ്വദേശിയായ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്തിയത് മകൻ്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്നുകൊണ്ടായിരുന്നു. സ്വത്ത് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു, വൈരാഗ്യം തന്നെയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. മാവേലിക്കര അതിവേഗ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മന്ത്രിസഭ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിനെ ശക്തമായി എതിർത്തുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി കടന്നു വന്നു. ഏത് വമ്പനാണ് ഇടപെട്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. ഷെറിനെ മോചിപ്പിക്കുന്നതിനെതിരെ ഭാസ്കരക്കാരനവരുടെ ബന്ധുക്കളും രംഗത്ത് വന്നിരുന്നു. ഇവർ ഗവർണറെ സമീപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനവും. പരാതികൾ എത്തിയാൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. മാസങ്ങളായി പരോള് കിട്ടുന്നില്ല എന്നും പരോള് കിട്ടണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ വനിതാ ജയിലിലെ തന്നെ മറ്റ് തടവുകാർ നൽകിയ അപേക്ഷ ഓഗസ്റ്റ് 8 ചേർന്ന ഉപദേശക സമിതി അംഗീകരിച്ചിട്ട് പോലുമില്ല. പോലീസ് റിപ്പോർട്ട് അവർക്കെതിരാണ്, നല്ല നടപ്പല്ല എന്ന് സാരം. അപ്പോഴാണ് ഷെറിൻ്റെ കാര്യത്തിൽ അതിവേഗ നീതി ലഭ്യമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥരും മന്ത്രിസഭയിലെ പ്രമുഖരും ഒരുപക്ഷേ മന്ത്രിയും ഇത്രയധികം ഇടപെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.